രാവിലെ 7 മണിക്ക് ഓണം ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ദേ 6 മണിക്ക് എണീറ്റിട്ടാണ് ഞാൻ എങ്ങനെ ലുക്ക് സെറ്റാക്കും എന്ത് ചെയ്യാന്നുള്ള ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളത്. സാധാരണ ഷൂട്ടിന് എനിക്ക് ഒട്ടും ടെൻഷനേ ഉണ്ടാവാത്തതാണ്. പക്ഷേ ഇത്തവണത്തെ ഷൂട്ടിന് ഞാനാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ള സമയങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് നമ്മൾ തലേദിവസം രാത്രി ആയിരുന്നു ടൈമും ലൊക്കേഷൻ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഫ്രിഡ്ജിൽ പൂടാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പൂവടക്കം പാക്ക് ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതായിരുന്നില്ല എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ലുക്ക്. ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള വേർഷനെ ട്രൈ ചെയ്യാൻ വിചാരിച്ചെങ്കിൽ പോലും ആ ഒരു ബഹളത്തിനിടയിൽ എന്തോ ഇത്രയ്ക്ക് കുറച്ചുകൂടി ഹെവി ആയോ എന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതില്ല. എനിവേ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു അമ്പലത്തിലേക്കായിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു അതിൻ്റെ മുകളിൽ നിന്ന് അത്യാവശ്യം ഒരു സൺ കിസ് വേർഷനൊക്കെ കിട്ടുന്നതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ പോകുമ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അത് കാരണം 1-2 ഫോട്ടോസ് കിട്ടിയില്ല. അങ്ങനത്തെ ലെവലിലാണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ലൊക്കേഷനിലാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെയും അത്യാവശ്യം നല്ലപോലെ വെയിലടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് വലിയൊരു എഫക്റ്റിലുള്ള ഓണം ഷൂട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഏകദേശം ഒരു ഓക്കെ ആവുന്ന ലെവലിൽ 1-2 ഫോട്ടോസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായതൊരു പൊട്ടാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഗോപി പൊട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. എപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കുന്നതൊക്കെ അറിയാൻ പറ്റും. ഞാൻ ഫുൾ ഇങ്ങനെ റൗണ്ട് കുഞ്ഞ് പൊട്ടാ വെക്കാറില്ല. എന്താ ഞാനിപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആവാമെന്ന് വിചാരിച്ചൊരു ഗോപി പൊട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് വെബ്സൈറ്റിൽ ജ്വല്ലറി പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ബാക്കിയുള്ളതിൻ്റെ എന്തെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. എല്ലാ പരിപാടിക്ക് മുമ്പ് ഞാൻ വിചാരിക്കാറുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട് ചെയ്യണം എന്നുള്ളത്. എനിക്കറിയത്തില്ല എങ്ങനെ ഈ ക്രിയേറ്റേഴ്സൊക്കെ ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്തിട്ട് പോകുന്നുള്ളത് എനിക്ക് എപ്പോഴും പറ്റാറില്ല കേട്ടോ. ഇറങ്ങുന്ന നേരത്തേക്ക് ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. ഒരു 10-15 മിനിറ്റിൽ വേഗം ഫിനിഷ് ചെയ്ത് ഇറങ്ങണം എന്നുള്ള ലെവലിലേക്ക് മേക്കപ്പ് ചെയ്യാൻ നിൽക്കുന്നതന്നെ ഉണ്ടാവുക. ആ സമയത്ത് വീഡിയോൻ്റെ ടൈം എപ്പോഴും കിട്ടാറില്ല. മേ ബി അതൊക്കെ പ്ലാൻ ചെയ്ത് കുറച്ച് മുന്നേ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം. എനിക്കെന്താ ആ ഒരു ക്ഷമയും കാര്യങ്ങളും എല്ലാ പ്രാവശ്യം മിസ്സായി പോകാറുണ്ട്. കഴിഞ്ഞ് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ കിട്ടില്ലെങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് അഴിച്ചു വെക്കുന്നെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ റെഡി ആകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഹെയർ സ്റ്റൈലിംഗ് എങ്ങനെ ചെയ്യുന്നുള്ള ആലോചിച്ചിട്ടായിക്കോട്ടെ. കാരണം ബാക്കിയുള്ള മേക്കപ്പൊക്കെ എങ്ങനെയും തട്ടിമുട്ടി ചെയ്താലും അവസാനം കൊണ്ട് കുളമാക്കുന്നത് ലാസ്റ്റ് ഇയർ ഹെയർ സ്റ്റൈലിങ്ങിലായിരിക്കും. പക്ഷേ ഇത്തവണ ഞാൻ എക്സ്റ്റൻഷൻ അടക്കം വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അത്ര വലിയ ടാസ്ക് ഒന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിത് വെക്കാൻ അറിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ വെക്കുമ്പോൾ സംഭവം ശരിയായി നിൽക്കുന്നുണ്ടായില്ല. പിന്നെ അത്യാവശ്യം സ്ലേഡൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തലയ്ക്ക് ഫുള്ള് നല്ല പെയിനായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പ്രോപ്പറായിട്ടുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അടിപൊളിയായി. കാരണം എനിക്ക് ഹെയറിൽ അത്യാവശ്യം നല്ല തിക്നെസ് കുറവായതിനും എക്സ്റ്റൻഷൻ കൂടെ വന്നപ്പോഴാണ് ആ ലുക്ക് ഒന്ന് കുറച്ച് വൃത്തിയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓണം ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി ഫോട്ടോസും വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ വേഗം അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും.